അപ്പൊ എന്തായാലും ഇനിയിപ്പോ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള സിനിമയിലേക്ക് സജീവമായിട്ട് കിടക്കാൻ പോവാണ് അല്ലേ? എനിക്ക് എൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്നല്ല, എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണമെന്നാണ്. അത് ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം പറ്റാത്ത രീതിയിൽ ഒരു 6 കോടി 7 കോടി രൂപയാണ് നമ്മുടെ സിനിമയ്ക്കെല്ലാം ബഡ്ജറ്റ് ഉണ്ടാകുക. പക്ഷെ അതിന് 14 കോടി 20 കോടിയോ തിരിച്ച് കിട്ടുന്ന രീതിയിൽ വേണം ആ സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിലാകേണ്ടത്. കാരണം ഒരിക്കലും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ തട്ടിക്കൂട്ടി സിനിമ ചെയ്തിട്ട് മൂലക്കിരിക്കുന്ന ആ ഒരു പരിപാടി ഇല്ല. സിനിമ ജനങ്ങൾ കാണണം, പ്രേക്ഷകർ കാണണം, പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറയണം. അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, നമുക്ക് അടുത്ത സിനിമയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അങ്ങനെ ഗുണം ഉണ്ടാവണം. അതാണ് ചെയ്യേണ്ടത്. അത്ര ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതും. പക്ഷെ ചെയ്യുന്നത് പോലീസ് സ്റ്റോറി ആയിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. അത് റഹ്മാനെ എന്ന് പറഞ്ഞാൽ റഹ്മാനെ മനസ്സിൽ കണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ മമ്മൂക്കാൻ്റെ കൂടെ പിന്നെ രാജമാണിക്യം ഹിറ്റ് സിനിമകളിലൊക്കെ തമിഴിലും ഈ അടുത്ത കുറച്ച് നല്ല സിനിമകളിലൊക്കെ അതെ. അപ്പോൾ നമ്മൾ മലയാളത്തിലും തമിഴിലേക്കും വേണ്ടിയിട്ടും ഉള്ളൊരു പ്ലാനിങ് ആണ്. അത് ഒരു ടീം അതായത് മാർക്കോയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റും മറ്റുള്ള ഹിറ്റ് സിനിമകളിൽ കുറച്ച് ആർട്ടിസ്റ്റിലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, പണി എന്ന സിനിമയിലേക്കുള്ള. അപ്പോൾ അതിനൊരു കാമ്പുണ്ടാവും അത്ര സിനിമക്ക്. സംസാരിച്ചിട്ടുണ്ടോ ഇപ്പൊ റഹ്മാന്റെ അടുത്തൊക്കെ? സംസാരിച്ചില്ല. ഇത് മനസ്സിൽ നമുക്ക് ഇന്ന കഥാപാത്രം ഇന്നയാൾ ചെയ്ത നന്നാവുന്നുള്ളൊരു ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ റഹ്മാൻ നമ്മൾ സ്ഥിരം കാണുന്ന ഇപ്പം ബ്ലാക്ക് കാണുന്ന ആ സ്റ്റൈലല്ല നമ്മുടെ സിനിമ ഉണ്ടാകുക. വേറെ തന്നെ ഒരു പക്ക പോലീസുകാരനായിട്ടുള്ളൊരു ആളായിരിക്കും. ദേഷ്യം വരുന്നതും ആയിട്ടുള്ള ഒരു പ്രത്യേക തരം. അത് ശരിക്കും പറഞ്ഞാൽ ആവനാഴി എന്നതിൽ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആവനാഴി. അതേപോലത്തെ ഒരു കഥാപാത്രമാണ് ഉദ്ദേശിക്കുന്നത്.